എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മജീഷ്യൻ ചാനലിലേക്ക് സ്വാഗതം. ബ്ലാക്ക് മാജിക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കാറുണ്ടോ? എങ്കിൽ വേണ്ട. ഇവിടെ ബ്ലാക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിഗൂഢമായ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അപ്രാപ്യമായ അറിവ് എന്നതാണ്. ഒരു ഗൃഹസ്ഥനും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ ഞാൻ ദക്ഷിണ ഭാരതത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ പല മാന്ത്രിക വിഭാഗങ്ങളിലും അറിവ് നേടിയിട്ടുണ്ട്. എന്നാൽ കഴിയുന്നിടത്തോളം ആൾക്കാരെ എൻ്റെ അറിവ് കൊണ്ട് സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. മുഴുവൻ സമയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കുന്ന എനിക്ക് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമായി വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നേരിട്ട് സഹായിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇനി എനിക്ക് എൻ്റെ അറിവുകൾ നിങ്ങളിലേക്കെല്ലാം എത്തിക്കാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിന് സഹായകരമായ വളരെ ശക്തിമത്തായ ശ്രീകൃഷ്ണ മഹാമന്ത്രത്തെക്കുറിച്ചാണ്. തൊഴിലിടത്തിലെ ഒരു പ്രമോഷൻ, വസ്തുവിൽപ്പന, വിവാഹകാര്യം എന്നിങ്ങനെ എന്തുമാകട്ടെ നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം, ഈ മന്ത്രം ഞാൻ പറയുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വിധിയെ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ സാധിക്കും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളിൽ പലർക്കും ഞാൻ ഈ പറയാൻ പോകുന്ന മന്ത്രം പരിചിതമായിരിക്കും. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്നാൽ ഇതല്ല യഥാർത്ഥ ശ്രീകൃഷ്ണ മഹാമന്ത്രം. ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും എഴുത്തുകളിലുമൊക്കെ നിങ്ങൾ കാണുന്നത് ഈ മന്ത്രമാണെങ്കിലും അതിന്റെ കാര്യം പണ്ട് നാരദ മഹർഷി വാൽമീകിക്ക് രാമ രാമ എന്ന് ചൊല്ലുന്നതിന് പകരം മരാമര എന്ന് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞുകൊടുത്തതിന് തുല്യമായ കാര്യമാണ് ഇവിടെ. യഥാർത്ഥ ശ്രീകൃഷ്ണ മഹാമന്ത്രം ഇനി പറയാൻ പോകുന്നതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് വളരെ ശക്തിമത്തായ ഒരു മന്ത്രമാണെങ്കിലും വെറുതെ ജപിക്കുന്നത് കൊണ്ട് മാത്രം ഇതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുകയില്ല. അതിന് ഈ മന്ത്രം ചൊല്ലേണ്ടതായ ചില രീതികളും ചിട്ടകളും ഒക്കെയുണ്ട്. ഞാൻ അതാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ശ്രീകൃഷ്ണ മഹാമന്ത്രം ചൊല്ലേണ്ടുന്ന രീതി ഇനി പറയാൻ പോകുന്നതാണ്. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. കൃത്യമായി ഒരു സമയം നിശ്ചയിക്കുക. അത് രാവിലെയോ വൈകുന്നേരമോ ആകാം. ഉദാഹരണമായി, നിങ്ങൾ നിശ്ചയിക്കുന്ന സമയം രാവിലെ 6:30 ആണെങ്കിൽ എന്നും കൃത്യനിഷ്ഠയോടെ 6:30 തന്നെ ഈ പ്രാക്ടീസ് ചെയ്യുക. ആദ്യമായി ഇരുന്ന് ജപിക്കുന്നതിനുള്ള സ്ഥലം ഒരുക്കുക. വീടിന്റെയോ മുറിയുടെയോ വടക്കുഭാഗത്തായി വൃത്തിയുള്ളതും ബഹളമില്ലാത്തതുമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് വടക്കേ ഭിത്തിയിലേക്ക് നോക്കിയിരിക്കുക. ഇരിക്കുന്നതിനായി ഒരു വിരിയോ യോഗ മാറ്റോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഉപയോഗിക്കാം. വെറും നിലത്തിരിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. കഴിയുന്നതും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലുമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാൻ പാടില്ല. മനസ്സിൽ സങ്കല്പിക്കേണ്ടത്, കണ്ണുകൾ അടച്ച് 6 തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് നടന്നു കാണുവാനുള്ള ആഗ്രഹം, അത് നടന്നു കഴിഞ്ഞതായി സങ്കല്പിക്കുക. ആ ആഗ്രഹം സഫലീകൃതമാകുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷവും മാനസികോല്ലാസവും അനുഭവിക്കുന്നതായി സങ്കല്പിക്കുക. ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ 108 തവണ ശ്രീകൃഷ്ണ മഹാമന്ത്രം ഉരുവിടുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മന്ത്രം ജപിക്കുമ്പോൾ എണ്ണം നിശ്ചയിക്കുന്നതിനായി ഒരു ജപമാലയോ ഡിജിറ്റൽ കൗണ്ടറോ അല്ലെങ്കിൽ മനസ്സിൽ തന്നെ എണ്ണുകയോ ചെയ്യാം. മന്ത്രം ജപിക്കുമ്പോൾ വേഗത്തിൽ തീർക്കാനുള്ള വെപ്രാളം പാടില്ല. സ്റ്റഡിയായി
ആ ഒരു താളത്തിൽ മന്ത്രം ജപിക്കണം. പൂർത്തീകരണം. 108 ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണുകൾ പതിയെ തുറന്ന് വടക്കുഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ എഴുന്നേറ്റു നിൽക്കുക. തുടർന്ന് നിങ്ങളുടെ കൈകാലുകൾ ഒന്ന് കുടഞ്ഞതിനു ശേഷം ദിനചര്യകൾ തുടരാം. ഈ പ്രക്രിയയുടെ ദൈർഘ്യം 41 ദിവസമാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. മിക്കപ്പോഴും 41 ദിവസങ്ങൾ പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകും. അങ്ങനെയുള്ളപ്പോൾ 41 ദിവസം പൂർത്തിയാക്കണമെന്നില്ല. അവിടെ വെച്ച് നിങ്ങൾക്ക് ജപം അവസാനിപ്പിക്കാം. 41 ദിവസമായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമായില്ലെങ്കിൽ അതിനു പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടായേക്കാം. അതായത് പ്രാക്ക് ദോഷം, ചില നെഗറ്റീവ് എനർജികളുടെ പ്രസൻസ്, അതൊന്നുമല്ലെങ്കിൽ ദുർമന്ത്രവാദം എന്നിങ്ങനെ എന്ത് കാരണവുമാകാം. അത്തരം അവസരങ്ങളിൽ ഒരു ജ്യോത്സ്യനെയോ മാന്ത്രികനെയോ കണ്ട് ആ തടസ്സങ്ങൾ നീക്കിയതിനു ശേഷം തുടരുക. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ആഗ്രഹം ആരെയെങ്കിലും ഉപദ്രവിക്കുവാനുള്ളതോ അല്ലെങ്കിൽ പ്രകൃതിക്ക് നിരക്കാത്തതോ ആണെങ്കിൽ അതൊരിക്കലും സാധ്യമാവുകയില്ല. ഈ മന്ത്രജപത്തിന് നിങ്ങളുടെ ദിവസത്തിൽ വെറും 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാം. അപ്പോൾ ഇന്ന് തന്നെ ആരംഭിക്കൂ. ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയൂ. നിങ്ങൾ ഈ മന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നാൽ കഴിയുന്നത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നതിക്കാവശ്യമായ അതിനുതകുന്ന നിരവധി മന്ത്രങ്ങളും മന്ത്രപ്രയോഗങ്ങളും മറ്റു ടിപ്സുമായി ഞാൻ ഇനിയും വരും. അതിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ ശ്രീകൃഷ്ണൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.